സാങ്കേതിക വിദ്യാരംഗത്ത് ഇന്ന് 2025 ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് കേവലം ഒരു വർഷത്തേക്ക് മാത്രമുള്ള തിരിഞ്ഞുനോട്ടമല്ല, ഒരു 1/4 നൂറ്റാണ്ട് കാലത്തേക്കുള്ള തിരിഞ്ഞുനോട്ടമായി കാണാം. 2000-ൽ തുടങ്ങി ഒരു സഹസ്രാബ്ദത്തിലെ ആദ്യ 25 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതിനിടെ തല കീഴായി മറിഞ്ഞതുപോലെ ലോകം അടിമുടി മാറിക്കഴിഞ്ഞു. ഏറ്റവും വേഗമേറിയ സാങ്കേതിക പരിണാമമാണ് ഈ കാലയളവിനുള്ളിൽ മനുഷ്യർ കൈവരിച്ചത്. ആശയവിനിമയം മുതൽ ബഹിരാകാശ ഗവേഷണം വരെ എല്ലാ മേഖലകളിലും ഈ മാറ്റങ്ങൾ പ്രകടമാണ്. ChatGPTയുടെ ആഗമനത്തോടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് അഭൂതപൂർവമായൊരു വളർച്ചയുണ്ടായത്. സാങ്കേതിക ലോകം മുഴുവൻ AI എന്ന മഹാപ്രവാഹത്തോടൊപ്പം തന്നെ ഒഴുകാനും തുടങ്ങി. കമ്പനികൾ നിക്ഷേപത്തിനായി മത്സരിച്ചു. എന്നാൽ ഈ കാലയളവിൽ സാങ്കേതിക വ്യവസായം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ശക്തമായ AI മോഡലുകളെ പരിശീലിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള പ്രോസസ്സിംഗ് ശേഷി നൽകുന്ന ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി അതിനൊക്കെ വലിയ രീതിയിൽ പരിഹാരം വന്നു. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളും വന്നു. പറഞ്ഞു വരുന്നത് വെറും ചില മാറ്റങ്ങളെക്കുറിച്ചല്ല. ഈ മാറ്റങ്ങളൊക്കെ കൊണ്ട് മനുഷ്യർക്ക് ഉപയോഗം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേപടി ദോഷവുമുണ്ട്. അതിൽ ഒരു കാര്യം കുറച്ച് കഠിനമാണ്. ഇത് കേവലം AI പ്രേമികളെയോ ഉപയോക്താവിനെയോ ബാധിക്കുന്നതല്ല, മറിച്ച് ഈ ലോകത്തെ തന്നെ ഇരുട്ടിലാക്കാൻ കെൽപ്പുള്ളതാണ്. നോക്കാം വിശദമായി ടെക് ടോക്കിലൂടെ. രാജ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെക്ടറിലെ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ പൊതു ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾക്കൊള്ളിച്ചത്. ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ടെക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ടാലന്റ് പൂളിലും ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള നടപടികൾക്കാണ് ബജറ്റിൽ പ്രാമുഖ്യം നൽകിയത്. ഡാറ്റാ സെന്റർ മേഖലയിൽ ദീർഘകാല നികുതി ഇളവ് അനുവദിച്ചതോടെ AI അനുബന്ധ ഓഹരികളിലും മുന്നേറ്റവും പ്രകടമായിരിക്കുകയാണ്. രാജ്യത്ത് ഡാറ്റാ സെന്ററുകൾ സ്ഥാപിച്ച് ആഗോളതലത്തിൽ ക്ലൗഡ് സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന വിദേശ കമ്പനികൾക്ക് 2047 വരെ നികുതി ഇളവ് അനുവദിക്കണമെന്നതാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നത്. അതേസമയം തന്നെ ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് നൽകുന്ന ക്ലൗഡ് സേവനങ്ങൾ ഇന്ത്യൻ കമ്പനികൾ വഴിയാകണം വിതരണം ചെയ്യേണ്ടതെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെക്ടറിലെ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളാണ് ഇത്തവണ പൊതു ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഉൾക്കൊള്ളിച്ചത്. അത് ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ്. ടെക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ടാലന്റ് പൂളിലുമൊക്കെ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള നടപടികൾക്കാണ് ബജറ്റിൽ പ്രാമുഖ്യം നൽകിയത്. ഡാറ്റാ സെന്റർ മേഖലയിൽ ദീർഘകാല നികുതി ഇളവ് അനുവദിച്ചതോടെ AI അനുബന്ധ ഓഹരികളിലുമൊക്കെ മുന്നേറ്റം പ്രകടമായിരിക്കുകയാണ്. അതുപോലെ ആഗോള സ്ഥാപനങ്ങളുമായുള്ള നികുതി തർക്കങ്ങൾ ഒഴിവാക്കാനും നികുതിയുമായി ബന്ധപ്പെട്ട വ്യക്തത കൈവരിക്കുന്നതിനുമായി ഇന്ത്യയിലെ ഡാറ്റാ സെന്റർ സേവനദാതാക്കളായ 2 അനുബന്ധ കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളിൽ ചിലവിന്റെ 15% വരെ സേഫ് ഹാർബർ നിയമത്തിലൂടെ കണക്കാക്കാമെന്നും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ഇതിലൂടെ ആഗോള ക്ലൗഡ് സേവനദാതാക്കളെയും AI കമ്പനികളെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും തദ്ദേശ കമ്പനികൾക്ക് ഇതിന്റെ ഗുണഫലം നേടാനുമൊക്കെ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ വ്യാപാരത്തിനിടെ 10% വരെ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. തലസ്ഥാന നഗരിയായ ഡൽഹി കേന്ദ്രമായ ഡാറ്റാ സെന്റർ പാർക്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ആനന്ദ് രാജ് ലിമിറ്റഡ്. ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ആകൃഷ്ടരായി ഇന്ത്യയിലെ ഡാറ്റാ സെന്റർ മേഖലയിലേക്ക് നിക്ഷേപം എത്തിയാൽ അതിന്റെ ഗുണഫലം ലഭിക്കാവുന്ന കമ്പനികളിലൊന്നുമാണിത്. ആനന്ദ് രാജ് ഓഹരി 532 രൂപയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തതും. ഡാറ്റാ സെന്റർ, സ്മാർട്ട് മീറ്റർ തുടങ്ങിയ പവർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ പദ്ധതികളിലാണ് ടെക്നോ ഇലക്ട്രിക് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ശ്രദ്ധയൂന്നിട്ടുള്ളത്. ഡാറ്റാ സെന്റർ നിർമ്മാണത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളിലും ഡിമാൻഡ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് ടെക്നോ ഇലക്ട്രിക് ഓഹരിയെ മുന്നേറാൻ സഹായിച്ചതും. ഇന്ന് ഒരു ഘട്ടത്തിൽ 8% വരെ കുതിച്ചുയർന്ന ഓഹരി 999 രൂപയിലായിരുന്നു ക്ലോസിംഗ് കുറിച്ചത്. 25 കോടി രൂപയുടെ കപ്പാസിറ്റി ബിൽഡിംഗ് AI മിഷനുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും ദേശീയ പുരോഗതിക്കും
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്കും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും സാങ്കേതിക വിദ്യയെയും ഉപയോഗപ്പെടുത്തുന്നതിൽ ഇത്തവണത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള ഗവേഷണങ്ങളും നൂതന ആശയങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി ദേശീയ മിഷനുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപനവും സാങ്കേതിക പുരോഗതിയും രാജ്യത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. കർഷകർ, സ്ത്രീകൾ, അംഗപരിമിതർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരമുണ്ടാക്കും. കൃഷിക്കായി AI പിന്തുണയുള്ള മൾട്ടിലിംഗ്വൽ AI ടൂൾ കൊണ്ടുവരും. ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യയിലൂഴുന്ന തൊഴിൽ മേഖല കെട്ടിപ്പടുക്കുന്നതിന് AI, റോബോട്ടിക്സ്, സൈബർ സുരക്ഷ എന്നിവയിൽ വൈദഗ്ധ്യം നേടുന്നതിന് ദേശീയ തലത്തിൽ AI മികവിന്റെ കേന്ദ്രങ്ങളെ ഇത്തവണത്തെ ബജറ്റ് പിന്തുണയ്ക്കുന്നുണ്ട്. AI മിഷനുകൾ, നാഷണൽ ക്വാണ്ടം മിഷൻ, അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ ഫണ്ട് എന്നിവയിലൂടെ സാങ്കേതിക മേഖലയ്ക്ക് വലിയ പിന്തുണ ഉറപ്പാക്കിയിട്ടുമുണ്ട്. 2025 തുടക്കത്തിലെ ഒരു ബ്ലോഗ് പോസ്റ്റിൽ മൈക്രോസോഫ്റ്റ് AIയെ ദ ഇലക്ട്രിസിറ്റി ഓഫ് അവർ ഏജ് എന്ന് വിശേഷിപ്പിച്ചു. ആ പ്രഖ്യാപനം അതിശോക്തിയാണോ കൃത്യമാണോ എന്നത് കണ്ടറിയേണ്ടതാണ്. എന്നിരുന്നാലും ദശലക്ഷക്കണക്കിന് വിദഗ്ധരല്ലാത്ത ഉപയോക്താക്കൾ ഓപ്പൺ AIയുടെ ChatGPT പോലുള്ള AI ഉപകരണങ്ങൾ സ്വീകരിച്ചത് അതിശയിപ്പിക്കുന്ന വേഗത്തിൽ മുന്നേറിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഡാറ്റാ സെന്റർ വ്യവസായം ആവശ്യകതയ്ക്ക് അനുസൃതമായി തന്നെ വളർന്നു കഴിഞ്ഞു. എന്താണ് ഡാറ്റാ സെന്ററുകളെന്ന് നോക്കാം. AI ആപ്ലിക്കേഷനുകളും സേവനങ്ങളും പരിശീലിപ്പിക്കുന്നതിനും വിന്യസിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ആവശ്യമായ പ്രത്യേക IT ഇൻഫ്രാസ്ട്രക്ചർ ഉൾക്കൊള്ളുന്ന ഒരു സൗകര്യമാണ് AI ഡാറ്റാ സെന്റർ. AI വർക്ക്ലോഡുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വിപുലമായ കമ്പ്യൂട്ട് നെറ്റ്വർക്ക്, സ്റ്റോറേജ് ആർക്കിടെക്ചറുകൾ തുടങ്ങിയവയെല്ലാം ഇതിനുണ്ട്. പരമ്പരാഗത ഡാറ്റാ സെന്ററുകളിൽ ഒരു AI ഡാറ്റാ സെന്ററിലെ അതേ ഘടകങ്ങൾ പലതും അടങ്ങിയിട്ടുണ്ടെങ്കിലും അവയുടെ കമ്പ്യൂട്ടിംഗ് പവറും മറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ കഴിവുകളും വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ AI ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള ആക്സസും പ്രയോജനപ്പെടുത്താം. ഈ ആക്സസിന് നിരവധി മാർഗങ്ങളുണ്ട്. മിക്ക ബിസിനസ്സുകൾക്കും തുടക്കം മുതൽ സ്വന്തമായി AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കേണ്ടതില്ല. ഹൈബ്രിഡ് ക്ലൗഡ് കൊളോക്കേഷൻ പോലുള്ള ഓപ്ഷനുകൾ പ്രവേശനത്തിനുള്ള തടസ്സം കുറച്ചതിനാൽ എല്ലാ വലുപ്പത്തിലുമുള്ള ഓർഗനൈസേഷനുകൾക്ക് AIയുടെ മൂല്യം കൊയ്യാനും സാധിക്കും. പരമ്പരാഗത ഡാറ്റാ സെന്ററുകളുമായി AI ഡാറ്റാ സെന്ററുകൾക്ക് നിരവധി സമാനതകളുണ്ട്. അവയിൽ ഓരോന്നിലും സെർവറുകൾ, സ്റ്റോറേജ് സിസ്റ്റങ്ങൾ, നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ തുടങ്ങിയ ഹാർഡ്വെയറും അടങ്ങിയിട്ടുണ്ട്. രണ്ടിൻ്റെയും ഓപ്പറേറ്റർമാർ സുരക്ഷ, വിശ്വാസ്യത, ലഭ്യത, ഊർജ്ജ കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ രണ്ട് തരം ഡാറ്റാ സെന്ററുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉയർന്ന തീവ്രതയുള്ള AI വർക്ക്ലോഡുകൾ, അസാധാരണമായ ആവശ്യകതകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. AI ഡാറ്റാ സെന്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ഡാറ്റാ സെന്ററുകളിൽ AI വർക്ക്ലോഡുകൾ വേഗത്തിൽ മറികടക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ക്ലൗഡ്, AI, മെഷീൻ ലേണിംഗ് ജോലികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് AI റെഡി ഇൻഫ്രാസ്ട്രക്ചർ. ഉദാഹരണമായി, പരമ്പരാഗത ഡാറ്റാ സെന്ററുകൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കാനും അവ ഉൾക്കൊള്ളുന്നതിനുമുള്ള സാധ്യതയും കൂടുതലാണ്. അതേസമയം AI റെഡി ഡാറ്റാ സെന്ററുകൾക്ക് ഉയർന്ന പ്രകടനമുള്ള ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളും അവയുടെ IT ഇൻഫ്രാസ്ട്രക്ചർ പരിഗണനകളും ആവശ്യമാണ്. ഉദാഹരണത്തിന് വിപുലമായ സംഭരണം, നെറ്റ്വർക്കിംഗ്, ഊർജം, കൂളിംഗ് തുടങ്ങിയവയെല്ലാം. 2024 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ മൈക്രോസോഫ്റ്റ്, മെറ്റ, ഗൂഗിൾ, ആമസോൺ എന്നിവ സംയുക്തമായി $125 ബില്യൺ AI ഡാറ്റാ സെന്ററുകൾക്കായി ചിലവഴിച്ചിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും $2.8 ട്രില്യൺ AI ഡാറ്റാ സെന്ററുകൾക്കായി ചിലവഴിക്കുമെന്ന് സിറ്റി ഗ്രൂപ്പും പ്രവചിച്ചു. അതേസമയം മക്കിൻസിയും കമ്പനിയും ആ സമയമാകുമ്പോഴേക്കും ആഗോളതലത്തിൽ ഏകദേശം $7 ട്രില്യൺ ചിലവഴിക്കുമെന്നാണ് കണക്കാക്കിയത്. S&P ഗ്ലോബലിന്റെ കണക്കനുസരിച്ച് 2025 മൊത്തത്തിൽ ഡാറ്റാ സെന്റർ വിപണിയിൽ $61 ബില്യൺ ചിലവഴിച്ച് അതേസമയം ഡാറ്റാ സെന്ററുകൾക്കുള്ള കടം ഇഷ്യൂ അതേ വർഷം $182 ബില്യൺ ആയിരുന്നു. 2024 കണക്കനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഡാറ്റാ സെന്ററുകൾ പ്രധാനമായും പ്രകൃതിവാതകത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇത് അവരുടെ വൈദ്യുതിയുടെ 40% പോകുന്നത്.
യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ AI ഡാറ്റാ സെന്ററുകൾക്കായുള്ള വൈദ്യുതി പ്രകൃതിവാതകത്തിൽ നിന്നോ എണ്ണയിൽ നിന്നോ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കാരണം കമ്പനികൾ നിലവിൽ ലഭ്യമായ പവർ പ്ലാന്റുകൾ ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവ പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഡാറ്റാ സെന്ററുകൾ വികസിപ്പിച്ച സ്ഥലങ്ങളിൽ പുനരുപയോഗിക്കാനാവാത്ത ഊർജവും പലപ്പോഴും വില കുറഞ്ഞതാണ്. കൂടാതെ ജനറേറ്റീവ് AI, ഡാറ്റാ സെന്ററുകൾ എന്നിവയിൽ നിന്നുള്ള ഊർജ ആവശ്യങ്ങൾ പുനരുപയോഗിക്കാവുന്ന ഊർജം കൊണ്ട് മാത്രം നിറവേറ്റാൻ പ്രയാസമാണെന്നാണ് വിദഗ്ധരും വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വലിയ മുന്നേറ്റത്തിനൊരുങ്ങുകയാണ് ഗൂഗിൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കുക എന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ $15 ബില്യൺ, അതായത് ഏകദേശം 1.25 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുന്നതായി ഗൂഗിൾ വ്യക്തമാക്കി കഴിഞ്ഞു. പുതിയ AI ഹബ്ബ് വന്നാൽ ഗുണങ്ങൾ നിരവധിയാണ്. ശക്തമായ AI ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റാ സെന്റർ ശേഷി, വലിയ തോതിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ, വികസിപ്പിച്ച ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നിവ എല്ലാം ഒരിടത്ത് സംയോജിപ്പിക്കാനാകും. എന്നാൽ ദോഷവും പിന്നാലെ തന്നെയുണ്ട്. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വലിയ മുന്നേറ്റത്തിനൊരുങ്ങുകയാണ് ഗൂഗിൾ. പുതിയ AI ഹബ്ബുകൾ വരികയാണ്. പുതിയ AI ഹബ്ബ് വന്നു കഴിഞ്ഞാൽ ഇതിന് ശക്തമായ AI ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റാ സെന്റർ ശേഷി, വലിയ തോതിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ, വികസിപ്പിച്ച ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നിവ എല്ലാം ഒരിടത്ത് സംയോജിപ്പിക്കാനാകുമെന്ന ഗുണമുണ്ട്. ഇത് ഇന്ത്യയിലെ ഗൂഗിളിന്റെ സേവനങ്ങൾക്കും ഗവേഷണ പ്രവർത്തനങ്ങൾക്കുമൊക്കെ പ്രയോജനപ്പെടുത്താം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്ററും ഗ്രീൻ എനർജി ഇൻഫ്രാസ്ട്രക്ചറും ഉൾക്കൊള്ളുന്നതാണ് വിശാഖപട്ടണത്ത് വരുന്ന AI ഹബ്ബ്. ഗൂഗിൾ പറയുന്നതനുസരിച്ച് ഈ ഹബ്ബിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഡാറ്റാ സെന്റർ ക്യാമ്പസും ഉണ്ടാക്കും. ഇതിലൂടെ ഗിഗാവാട്ട് തോതിൽ കമ്പ്യൂട്ടർ ശേഷി വർദ്ധിപ്പിച്ച് ഇന്ത്യയിലും ലോകത്തുമുള്ള ഡിജിറ്റൽ സേവനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമാകും. അദാനി, എയർടെൽ തുടങ്ങിയ കമ്പനികളുമായി സഹകരിച്ചാണ് ഗൂഗിൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ വർക്ക് സ്പേസ്, യൂട്യൂബ് തുടങ്ങിയ ഗൂഗിൾ ഉൽപ്പന്നങ്ങൾക്ക് പവർ നൽകാൻ ഉപയോഗിക്കുന്ന അതേ നൂതന ഇൻഫ്രാസ്ട്രക്ചർ ഇതിലും ഉണ്ടായിരിക്കുമെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കുന്നത്. പുതിയ ഡാറ്റാ സെന്റർ പ്രവർത്തനക്ഷമമായാൽ അത് ഗൂഗിളിന്റെ 12 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആഗോള AI ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിന്റെ ഭാഗമാകും. ഗൂഗിളിന്റെ ബാംഗ്ലൂരു, ഹൈദരാബാദ്, പൂനെ തുടങ്ങിയ ഗവേഷണ വികസന കേന്ദ്രങ്ങളിൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ AI ഹബ്ബിൽ ഉപയോഗപ്പെടും. പുതിയ AI ഹബ്ബ് ബിസിനസ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഉയർന്ന പ്രകടനശേഷിയുള്ള, കുറഞ്ഞ ലേറ്റൻസിയുള്ള സേവനങ്ങളാണ് നൽകുക. ഈ സേവനങ്ങൾ ഉപയോഗിച്ച് കമ്പനികൾക്ക് സ്വന്തമായി AI സൊല്യൂഷനുകൾ വികസിപ്പിക്കാനും വ്യാപിപ്പിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും AI മേഖലയിൽ ഇന്ത്യയെ ആഗോളതലത്തിൽ മുന്നിലെത്തിക്കാനും സാധിക്കും. AI അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ബിസിനസിന്റെ വളർച്ചയും സാധ്യമാകും. AI ഉത്തരവാദിത്തത്തോടെ ഉപയോഗപ്പെടുത്താനും സമൂഹത്തിൽ പരിവർത്തനാത്മക സ്വാധീനം ചെലുത്താനുമുള്ള ഇന്ത്യൻ US സർക്കാരുകളോടുള്ള തങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധതയാണ് ഈ പങ്കാളിത്തം പ്രതിഫലിക്കുന്നതെന്നും ഗൂഗിൾ ക്ലൗഡ് CEO തോമസ് കുര്യൻ ന്യൂഡൽഹിയിൽ ഗൂഗിൾ സംഘടിപ്പിച്ച ഭാരത് AI ശക്തി പരിപാടിയിലും പറഞ്ഞിരുന്നു. എക്സിൽ പങ്കിട്ട പോസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ സന്തോഷവും പ്രകടിപ്പിച്ചിരുന്നു. ഈ ബഹുമുഖ നിക്ഷേപം വികസിത് ഭാരത് നിർമ്മിക്കാനുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നു. സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ ഇത് വലിയ ശക്തിയായിരിക്കും. ഇത് എല്ലാവർക്കും AI ഉറപ്പാക്കുകയും നമ്മുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുകയും ആഗോള സാങ്കേതിക നേതാവെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്യും എന്നായിരുന്നു. ഇന്ത്യയോടുള്ള ഗൂഗിളിന്റെ പ്രതിബദ്ധത 5 വർഷം, അതായത് 2030 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഏകദേശം $15 ബില്യൺ നിക്ഷേപ പദ്ധതിയാണിത്. ഇന്ത്യൻ സർക്കാരിന്റെ വികസിത് ഭാരത് 2047 ലക്ഷ്യവുമായി ചേർന്ന് രാജ്യത്തുടനീളം AI അധിഷ്ഠിത സേവനങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും ഇന്ത്യക്കും US-നും ഗണ്യമായ സാമ്പത്തിക, സാമൂഹിക അവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഇത് ലക്ഷ്യമിടുന്നതെന്നും ഗൂഗിൾ പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഈ സുപ്രധാന നിക്ഷേപം ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തന യാത്രയിൽ പുതിയ അധ്യായമാണ് കുറിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യഥാർത്ഥ ഗിഗാവാട്ട് സ്കെയിൽ ഡാറ്റാ സെന്ററും ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ AI ഹബ്ബും ആതിഥേയത്വം വഹിക്കുന്നതിൽ തങ്ങൾ അഭിമാനിക്കുന്നുവെന്നാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു പറഞ്ഞത്. $15 ബില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ചതിന് ഗൂഗിളിനോട് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവും നന്ദി പറഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയുടെ AI ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്
ഗണ്യമായി സംഭാവന ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. IT പ്രൊഫഷണലുകളെ പുനർനൈപുണ്യവൽക്കരിക്കുന്നതിനും നൈപുണ്യ വികസനത്തിനും മുൻഗണന നൽകണമെന്ന് മന്ത്രി ബിസിനസ്സുകാരോടായി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. AI അധിഷ്ഠിതമായ ഒരു ലോകക്രമമാണ് ഭാവി എന്ന സൂചനകൾ ഇതിനകം വന്നു കഴിഞ്ഞു. മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം സാങ്കേതിക വിദ്യകളൊക്കെ മനുഷ്യന്റെ പൊതുജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ആഴ്ന്നിറങ്ങി എന്ന് തന്നെ പറയാം. നേട്ടങ്ങൾ അനേകായിരം എടുത്തു പറയാനുണ്ടെങ്കിലും അതിവേഗമുള്ള അതിന്റെ പരിണാമവും വ്യാപനവും സൃഷ്ടിക്കുന്ന ഭീഷണികളും പലത് തന്നെയാണ്. ആ ഭീഷണികൾ നേരിടുന്നത് ഭൂമി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇരകളായി നമ്മൾ മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യവസായവൽക്കരണത്തിന് പിന്നാലെ ഉയർന്നു വന്നിട്ടുള്ള അന്തരീക്ഷ മലിനീകരണവും വനവൽക്കരണവും ഒക്കെ ഉൾപ്പെടെ ദശാബ്ദങ്ങളായി ലോക പരിസ്ഥിതി നേരിടുന്ന പല ഭീഷണികളുമുണ്ട്. കാർബൺ വ്യാപന തോത് വെട്ടിക്കുറയ്ക്കാനുള്ള സജീവ ശ്രമങ്ങൾ 1990-കൾ മുതൽ തന്നെ ആഗോളതലത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഗൗരവകരമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സമീപകാലങ്ങളിലാണെന്ന് മാത്രം. റിന്യൂവബിൾ എനർജി ടാർഗറ്റ്, കാർബൺ ന്യൂട്രൽ ഉദ്യമങ്ങളെല്ലാം അതിൽ ചിലതാണ്. അത് തന്നെ ഇക്കാലയളവിൽ എത്രത്തോളം ഫലപ്രദമായെന്ന് പറയാനും സാധിക്കില്ല. എന്നാൽ ഈ ഭീഷണികൾക്കൊക്കെ പുറമെ ഉയർന്നു വരുന്ന പുതിയ പാരിസ്ഥിതിക വെല്ലുവിളിയാണ് ഈ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെത്. മനുഷ്യരെ പോലെ തന്നെ എഴുതാനും സംസാരിക്കാനും ചിന്തിക്കാനും വിവരങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ മനുഷ്യർക്ക് മാത്രം സാധിച്ചിരുന്ന ക്രിയാത്മകമായ മറ്റ് പല ജോലികളും ചെയ്യാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യ എന്നതിലും അപ്പുറം എങ്ങനെയാണ് കമ്പ്യൂട്ടറുകളിലും ഫോണുകളിലും ഒക്കെ നമ്മുടെ പലവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കേവലം ഒരു സാങ്കേതിക വിദ്യ ലോക പരിസ്ഥിതിയെ ബാധിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് മനസ്സിൽ. ChatGPTയുടെ ആഗമനത്തോടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വലിയൊരു വളർച്ചയുണ്ടായത്. സാങ്കേതിക ലോകം മുഴുവൻ AI എന്ന മഹാപ്രവാഹത്തോടെ ഒഴുകാനും തുടങ്ങി. കമ്പനികൾ നിക്ഷേപത്തിനായി മത്സരിച്ചു. എന്നാൽ ഈ കാലയളവിൽ സാങ്കേതിക വ്യവസായം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ശക്തമായ AI മോഡലുകളെ പരിശീലിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള പ്രോസസ്സിംഗ് ശേഷി നൽകുന്ന ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. ഇതിന് ഏറ്റവും അനുയോജ്യമായ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അതായത് GPU നിർമ്മിക്കുന്നത് NVIDIA എന്ന ഏക കമ്പനി മാത്രമാണ്. ആഗോള സെമി കണ്ടക്ടർ ക്ഷാമവുമൊക്കെ ഇതിനെ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഡാറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കായുള്ള പരക്കം പാച്ചിലിന്റെ കാലമായിരുന്നു അത്. എന്നാൽ ആ പ്രതിസന്ധിയെ എല്ലാം കടന്ന് കമ്പനികൾ മുന്നേറിക്കൊണ്ടിരുന്നു. ഇന്ന് AI രംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഹാർഡ്വെയർ ക്ഷാമമോ ലഭ്യത കുറവോ അവ സ്വന്തമാക്കാനുള്ള പണമോ അല്ല, മറിച്ച് ഡാറ്റാ സെന്ററുകൾക്ക് പ്രവർത്തിക്കാനുള്ള ഊർജത്തിന്റെ ഒരു ക്ഷാമമാണ്. മൈക്രോസോഫ്റ്റ് മേധാവിയായിട്ടുള്ള സത്യ നദല്ലയും OpenAIയുടെ സാം ഓൾട്ട്മാനുമെല്ലാം അതിൻ്റെ സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട്. OpenAI, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ വൻകിട കമ്പനികളുടെയൊക്കെ ഇപ്പോഴത്തെ ദൈനംദിന ചിലവുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഊർജ്ജോപഭോഗത്തിനായി കമ്പനികളെല്ലാം വലിയ തുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതിയും ഡാറ്റാ സെന്ററുകളെ തണുപ്പിക്കുന്നതിനുള്ള വെള്ളം പമ്പ് ചെയ്യാനും എയർ കണ്ടീഷനുകൾ പ്രവർത്തിക്കാനുമെല്ലാം ഊർജം തന്നെ വേണം. ഇതിനെല്ലാം ഉപരി AIയുടെ വളർച്ചയ്ക്ക് ഭാവി ഊർജം അനിവാര്യത തന്നെയാണ്. അത് ഇനിയും കൂടുതൽ തന്നെ ആവശ്യമായി വരും. 2026 ആകുമ്പോഴേക്കും ഡാറ്റാ സെന്ററുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്രിപ്റ്റോ കറൻസി മേഖലയൊക്കെ വൈദ്യുതി ഉപയോഗം ഇരട്ടിയാക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. കേവലം എഴുത്തുകളോ ചിത്രങ്ങളോ വീഡിയോകളോ മാത്രം നിർമ്മിക്കുന്ന ചാറ്റ് ബോട്ട് എന്നതിൽ ഉപരി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ സർവ്വ മേഖലകളിലേക്കും കടന്നു വരാൻ ഒരുങ്ങുകയാണ് AI ചാറ്റ് ബോട്ടുകളും സോഷ്യൽ മീഡിയയും OTT പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടെ ഡിജിറ്റൽ സേവനങ്ങളെയെല്ലാം സുഗമമായി പ്രവർത്തിക്കുന്നത് ശക്തമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ശേഷിയുള്ള ഡാറ്റാ സെന്ററുകളുടെ ഒരു പിൻബലം തന്നെയാണ്. വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിൽ ഡാറ്റാ സെന്ററുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 2022 460 ടെറാവാട്ട് അവേഴ്സ് വൈദ്യുതിയാണ് കണക്കാക്കപ്പെട്ടിരുന്നതെങ്കിൽ അത് 2026 ഡാറ്റാ സെന്ററുകളുടെ വൈദ്യുതി ഉപയോഗം 1000 ടെറാവാട്ട് അവേഴ്സ് കൂടുതലാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജപ്പാൻ എന്ന രാജ്യത്തുടനീളം ആവശ്യമായ വൈദ്യുതിയുടെ ഏകദേശ കണക്കാണിത്. ബഹിരാകാശത്ത് AI ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1 ദശലക്ഷം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അനുമതി തേടി ഇലോൺ മസ്ക് എത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടിംഗ് കരുത്തു പകരാനായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 10 ലക്ഷം സാറ്റലൈറ്റുകളാണ് മസ്കിന്റെ SpaceX കമ്പനി വിഭാവനം ചെയ്യുന്നത്. വർദ്ധിച്ചുവരുന്ന AI ആവശ്യകതകൾക്കായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹ ശൃംഖല സൃഷ്ടിക്കാൻ അനുമതി നൽകണമെന്ന്
ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് അമേരിക്കയിലെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷന് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നുണ്ട്. അതെ, ബഹിരാകാശത്ത് AI ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1 ദശലക്ഷം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അനുമതി തേടിയിരിക്കുകയാണ് ഇലോൺ മസ്ക് ഇപ്പോൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടിങ്ങിന് കരുത്തു പകരാനായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 10 ലക്ഷം സാറ്റലൈറ്റുകളാണ് മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി വിഭാവനം ചെയ്യുന്നത്. വർദ്ധിച്ചു വരുന്ന AI ആവശ്യകതകൾക്കായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹ ശൃംഖല സൃഷ്ടിക്കാൻ അനുമതി നൽകണമെന്നാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 10 ലക്ഷം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ശൃംഖല സ്ഥാപിച്ച് ഓർബിറ്റൽ ഡാറ്റാ സെന്ററായി പ്രവർത്തിക്കുന്നത് കാർഡേഷ്യേവ് സെക്കൻഡ് തലത്തിലുള്ള നാഗരികതയിലേക്കുള്ള ചുവടുവെപ്പായിരിക്കും. ഈ ഉപഗ്രഹങ്ങളെല്ലാം പൂർണ്ണമായും സൗരോർജ്ജത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. കോടിക്കണക്കിന് മനുഷ്യർക്കുള്ള AI ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാനും മനുഷ്യന്റെ ഗ്രഹാന്തര ജീവിതത്തെ ഊട്ടിയുറപ്പിക്കാനുമൊക്കെ കഴിയുന്നതായിരിക്കും ഈ സാറ്റലൈറ്റ് ശൃംഖല എന്നാണ് FCAക്ക് സമർപ്പിച്ച അപേക്ഷയിൽ സ്പേസ് എക്സ് അധികൃതർ പറയുന്നത്. പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ സ്പേസ് എക്സ് വികസിപ്പിക്കുന്ന സ്റ്റാർഷിപ്പ് റോക്കറ്റ്സ് ഉപയോഗിച്ചാവും ഇത്തരത്തിലുള്ള ഉപഗ്രഹ ശൃംഖല സ്ഥാപിക്കുന്നത്. ഇത് വിക്ഷേപണങ്ങളുടെ ചിലവ് ചുരുക്കാനും പരിസ്ഥിതി സൗഹാർദ്ദമായി ഇരിക്കാനുമൊക്കെ വഴിയൊരുക്കുമെന്നാണ് സ്പേസ് എക്സും കരുതുന്നത്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് പുറമെ ആമസോണും ഗൂഗിളും മൈക്രോസോഫ്റ്റുമെല്ലാം ബഹിരാകാശ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഭൂമിയിൽ ഇത്തരം ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാൻ ജിഗാവാട്ട് കണക്കിൽ വൈദ്യുതിയും തണുപ്പിക്കാൻ അനേകം കോടി ലിറ്റർ ജലവുമൊക്കെ ആവശ്യമാണ്. എന്നാൽ സൗരോർജ്ജവും ബഹിരാകാശത്തെ സ്വാഭാവിക റേഡിയോ ആക്റ്റീവ് കൂളിംഗും ഈ ചിലവ് കുറയ്ക്കുകയും ഭൂമിയിൽ ഊർജ്ജ സംരക്ഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. പരസ്പരം ലേസർ വിനിമയത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ഈ സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെ അകലെയുള്ള ഭ്രമണപഥത്തിലായിരിക്കും വിന്യസിക്കുക. ബഹിരാകാശത്ത് AI ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. AI ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ ചിലവുള്ള സ്ഥലം ബഹിരാകാശം തന്നെയായിരിക്കും. 2-3 വർഷത്തിനുള്ളിൽ അത് സാധ്യമാകുമെന്ന വിശ്വാസമാണ്. അടുത്തിടെ അത് ദാവോസിൽ നടന്ന ലോക ഇക്കണോമിക് ഫോറത്തിൽ സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്ക് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വമ്പൻ ചുവടുവയ്പുമായി ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇന്ത്യയിൽ AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയാണ് ഈ രത്തൻ ടാറ്റ ഫ്ലാഗ്ഷിപ്പ് സ്ഥാപനത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ നീക്കം ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ടാറ്റയുടെ TCSന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയായ ഹൈപ്പർ വോൾട്ട് AI ഡാറ്റാ സെന്റർ ലിമിറ്റഡാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ടാറ്റയുടെ AI നീക്കങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിനായി 2025 ഒക്ടോബറിൽ ആരംഭിച്ച ഈ ഒരു സംരംഭത്തിൽ TPG $1 ബില്യൺ നിക്ഷേപമാണ് നടത്തിയത്. TPGയുടെ ഏകദേശം 8,820 കോടി രൂപ വരുന്ന ഈ നിക്ഷേപം AI മേഖലയിലെ ഏറ്റവും വലിയ സാങ്കേതിക സേവന കമ്പനിയായി TCSനെ മാറ്റുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിക്കാണ് ടാറ്റ കൂപ്പുകൂട്ടുന്നത്. നിലവിലെ വമ്പൻ നിക്ഷേപത്തിലൂടെ ഹൈപ്പർ വോൾട്ടിലെ മൈനോറിറ്റി ഓഹരി ഉടമയായി TPG മാറും. 51% ഓഹരികളുള്ള TCS ആകും പ്രധാന ഓഹരി ഉടമ. പുതിയ സാഹചര്യത്തിൽ TCS ഹൈപ്പർ സ്കെയിലേഴ്സ് പോലുള്ള വമ്പൻ AI കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. AI ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ രൂപകൽപ്പന, വിന്യാസം, മെച്ചപ്പെടുത്തൽ എന്നിവയാകും കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. ഉപയോക്താക്കളെ AI-യുമായി ബന്ധപ്പെടുത്താൻ സഹായിക്കുന്നതാണിത്. ഇന്ത്യയുടെ AI വികസനത്തിൽ TCSന്റെ ഹൈപ്പർ വോൾട്ട് ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന പ്രതീക്ഷയുമുണ്ട്. അടുത്ത വർഷങ്ങളിൽ TCSും TPGയും സംയുക്തമായി കമ്പനിയിൽ 18,000 കോടി രൂപ വരെ നിക്ഷേപിക്കുമെന്നാണ് വിവരം. TCSന് അധികം വൈകാതെ 1 ജിഗാവാട്ടിൽ കൂടുതൽ AI റെഡി ശേഷി വികസിപ്പിക്കാൻ ഈ നിക്ഷേപം സഹായിക്കുമെന്നാണ് വിദഗ്ധരും വിധിയെഴുതിയത്. പങ്കാളികൾ, സഹകാരികൾ എന്നിവരുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഡാറ്റാ സെന്റർ ബിസിനസ്സിലേക്ക് പ്രവേശിക്കേണ്ടത് നിർണായകം തന്നെയാണെന്ന് കരുതുന്നതായും TCS CEO ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ നീക്കം സേവനങ്ങളുടെ പൂർണ്ണ വ്യാപ്തി വികസിപ്പിക്കുമെന്നുമാണ് പറയുന്നത്. പുതിയ സഹകരണം ഹൈപ്പർ വോൾട്ടിലെ TCSന്റെ മൂലധന ഭാരം കുറയ്ക്കും. കൂടാതെ പങ്കാളിത്തം ഇന്ത്യയുടെ അതിവേഗം വളരുന്ന AI ഇൻഫ്രാസ്ട്രക്ചർ വിപണിയിൽ ശക്തമായ ദീർഘകാല വരുമാനം സൃഷ്ടിക്കാൻ സഹായിക്കും. നിലവിൽ ഇന്ത്യക്ക് ഏകദേശം 1.5 ജിഗാവാട്ട് ഡാറ്റാ സെന്റർ ശേഷിയാണ് ഉള്ളത്. ഇത് 2030 ആകുമ്പോഴേക്കും
10 ജിഗാവാട്ടിൽ കൂടുതൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിലയൻസ്, അദാനി അടക്കമുള്ള വമ്പന്മാരും ഡാറ്റാ സെന്റർ വികസനത്തിന് പിന്നാലെയാണെന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാവുകയാണ്. AI ഭാവിയുടെ ബിസിനസ്സിനായി ആളുകളും വിപണികളും ഒക്കെ കാണുന്ന സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ TCSന്റെ ഈ നീക്കത്തെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആഗോളതലത്തിൽ AI ഡാറ്റാ സെന്ററുകൾ ഇന്ന് സാങ്കേതിക വിദ്യ മാത്രമല്ല രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിഷയവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ വൈദ്യുതി ചിലവ്, ജല ഉപയോഗം, പരിസ്ഥിതി സമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വൻ ഡാറ്റാ സെന്ററുകൾക്കെതിരെ പ്രതിഷേധങ്ങളും ഉയരുകയാണ്. വൈദ്യുതി നിരക്കുകൾ ഉയരുന്നുവെന്ന ആരോപണവും ശക്തമാണ്. ഇതിന്റെ വിപരീതമായി ഇന്ത്യ വലിയ നിക്ഷേപങ്ങൾക്ക് സ്വാഗതം പറയുന്ന നയപരമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആന്ധ്രാപ്രദേശിൽ 1 ഗിഗാവാട്ട് AI ഡാറ്റാ ശേഷി വികസിപ്പിക്കാൻ അടുത്ത 5 വർഷത്തിനിടെ $11 ബില്യൺ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചത്. ടാറ്റ ഗ്രൂപ്പ് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് ഇന്നോവേഷൻ സിറ്റി പദ്ധതിയുടെ ഭാഗമായി സമാന നിക്ഷേപമാണ് നിർദ്ദേശിച്ചത്. അദാനി എന്റർപ്രൈസസും മഹാരാഷ്ട്രയിൽ ഹൈപ്പർ സ്കെയിൽ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറിനായി 50,000 കോടി നിക്ഷേപവും ലക്ഷ്യമിടുന്നുണ്ട്. ഒരു കാലത്ത് സ്ഥാപനങ്ങളുടെ ആന്തരിക ആവശ്യങ്ങൾക്കായുള്ള ചെറിയ സെർവർ മുറികളിൽ ഒതുങ്ങിയിരുന്ന ഇന്ത്യയിലെ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് ദേശീയ തന്ത്രപ്രാധാന്യമുള്ള മേഖലയായി മാറിക്കഴിഞ്ഞു. വൻ മൊബൈൽ ഉപയോക്തൃ അടിസ്ഥാനവും 5G വ്യാപനവും ഡാറ്റ സോവറിനിറ്റി ചട്ടങ്ങളും AI ഉപയോഗത്തിലെ വേഗതയും ഈ വളർച്ചയ്ക്ക് ഊർജം നൽകുന്നതാണ്. ആഗോള AI ആവശ്യം ഊർജ നിയന്ത്രണ തടസ്സങ്ങളുമായി കൂട്ടിയിടിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ബജറ്റ് 2026 ഇന്ത്യയിലെ ഒരു വിശ്വസനീയ AI ഡാറ്റാ സെന്റർ ഹബ്ബായി ഉയർത്തിക്കാട്ടുന്നുവെന്നതും വ്യക്തമാണ്. പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കിയാൽ ഡാറ്റാ സെന്ററുകൾ ഇന്ത്യയുടെ അടുത്ത $1 ട്രില്യൺ ഡിജിറ്റൽ വളർച്ചയുടെ തൂണാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ശക്തമാവുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.